അങ്ങനെ അപകടത്തിൽ നിന്ന് ചില ആളുകൾ സാഹസികമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലൊരു മലയാളിയുണ്ട്. ഞങ്ങൾ ആ മലയാളിയെ തേടിയെത്തി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കെട്ടിടത്തിൽ നിന്നും താഴെയുള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിലേക്ക് എടുത്ത് ചാടിയാണ് ഈ നളിനാക്ഷൻ ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കുവൈറ്റിൽ ചികിത്സയിൽ കഴിയുന്ന നളിനാക്ഷൻ്റെ അമ്മാവൻ ബാലകൃഷ്ണനോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാടുണ്ട്. എങ്ങനെയാണ് നളിനാക്ഷൻ രക്ഷപ്പെട്ടത് എന്ന്, നളിനാക്ഷൻ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് അർജുൻ കല്യാടിനോട് അമ്മാവൻ വിശദീകരിക്കും. അർജുൻ കല്യാട്, നളിനാക്ഷൻ പറയുന്നതനുസരിച്ച് 3ാമത്തെ നിലയിലായിരുന്നു നളിനാക്ഷൻ താമസിച്ചിരുന്നത്. അപ്പോൾ നളിനാക്ഷന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് താഴെ നിലയിൽ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത് ഓർത്തു. ആ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് മുകളിലത്തെ നിലയിലേക്ക് പോയി ആ വാട്ടർ ടാങ്കിലേക്ക് എടുത്ത് ചാടി എന്നാണ്. പക്ഷേ പരിക്കുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് വീട്ടുകാർ പറയുന്നത്? അമ്മാവൻ പറയുന്നത് എന്താണ് അർജുൻ? അരുൺകുമാർ, എല്ലാ പ്രതീക്ഷയും അറ്റുപോകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പിടിവള്ളി നമുക്ക് ചിലപ്പോൾ ജീവൻ തിരിച്ചു നൽകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നളിനാക്ഷൻ ഈ സംഭവത്തിൽ രക്ഷപ്പെടാനുള്ള കാരണം. ഈ 3ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ഒരു വാട്ടർ ടാങ്കിലേക്ക് ചാടി എന്നാണ് പൊതുവെ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നളിനാക്ഷൻ്റെ അമ്മാവൻ നമ്മളോടൊപ്പം ഉണ്ട്. നളിനാക്ഷനോട് ഇന്നലെ തന്നെ ഇദ്ദേഹം അല്പനേരമാണെങ്കിൽ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഇന്നലെ സംസാരിച്ചിരുന്നു. അധികം സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. വളരെ വേദനയുണ്ടായിരുന്നു. വാരിയലിന് ചെറിയ തകരാറുണ്ട്. അത് ഇന്ന് രാവിലെ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അവിടെ സമയം അത്രയൊന്നും ആയില്ല. ഏകദേശം 6-7 മണിയായിട്ട് ആയിട്ടുണ്ടാവും. മിക്കവാറും ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യും. നല്ല ഹോസ്പിറ്റലാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അൽ മുബാറക് കബീർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ്. അവിടെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ പോയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഒരു ബൈസ്റ്റാൻഡായിട്ട് ആരും നിർത്തില്ല. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിവരം അറിയിച്ചുകൊണ്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞങ്ങളൊരു ബന്ധു വേറൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അവർ ഈ കത്തുന്നത് കണ്ട് അവിടുത്തെ കൂടി പോയപ്പോഴാണ് നളിനാക്ഷൻ വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടത്. അദ്ദേഹം ആംബുലൻസ് വിളിച്ച് അവരെ കയറ്റുകയൊക്കെയാണ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയാകുമ്പോഴാണ് ഈ മൊബൈൽ ഇവന് ഹാൻഡ് ഓവർ ചെയ്തത്. പക്ഷേ അന്ന് ആദ്യം സംസാരിക്കുമ്പോൾ അല്പം വായിന്ന് ബ്ലഡൊക്കെ വന്നിരുന്നു. പിന്നെ അധികം സംസാരിക്കേണ്ട പറഞ്ഞുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. എന്നാലും അവനോട് വെള്ളത്തിലേക്ക് ചാടാൻ തോന്നിയത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ താങ്ങായിരുന്നു അവൻ. അപ്പോൾ അവനവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിലൊക്കെ വളരെ സജീവമായി വർക്ക് ചെയ്യുന്നതാണ്. കുവൈത്തിലെ ഏതാളോടും നളിനാക്ഷനെക്കുറിച്ച് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. അത്രയധികം ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ല ജീവികാരുണ്യ പ്രവർത്തനം. അപകടത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു? എന്താണ് അങ്ങനെ അവർ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവർ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നൽകി? അല്ല, അറിയാൻ സാധിച്ചത് താഴെ നിന്നുള്ള ഗ്യാസ് ലീക്ക് അവിടുത്തെ സെക്യൂരിറ്റിയുടെ താഴെയുള്ള കൃത്യമായിട്ട് നമുക്ക് പറയില്ല. അവിടുന്ന് ഗ്യാസ് ലീക്ക് ചെയ്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. ആരോ ഒരു കൈപ്പിഴ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അല്ലാതെ അവിടെ KG എബ്രഹാമിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം. അപ്പോൾ KG എബ്രഹാം വളരെ നല്ല മനുഷ്യസ്നേഹിയാണ്. തൊഴിലാളികളോട് വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ആൾക്ക് ഇത് അവരുടെ കമ്പനിയിലെ ആൾക്കാർക്ക് ഇത് സംഭവിച്ചത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതിനുശേഷം ഇവിടെയുള്ള ഈ കുടുംബാംഗങ്ങളുടെ ഭാര്യ അതുപോലുള്ളവരോടൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ അവരൊക്കെ വിളിച്ചതേ ഉള്ളൂ. പിന്നെ രാവിലെ ആശങ്കയിലായിരിക്കുമല്ലോ. അതെ, അവരിപ്പോൾ ഇന്നലെ വൈകിട്ട് ഭാര്യയോട് സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്നെ രാവിലെ വിളിച്ചു. അവിടെ ഇപ്പോൾ 6-6:30 ആയിട്ടുണ്ടാവും. ഓപ്പറേഷൻ ആവുന്ന സമയത്ത് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയാണ് ഉള്ളത്. ഇന്നലെ അവൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ്. അപ്പോൾ ഇന്നലെ 12 മണിക്ക് അതിൻ്റെ അച്ഛൻ്റെ വദനങ്ങളൊക്കെ പറക്കി വെച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്കൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ നമ്മളൊരു 10-11 മണിയാകുമ്പോഴേക്കാണ് ഇവർ അറിഞ്ഞത് ഇങ്ങനെ ഒരു തീപിടുത്തമുണ്ടായ കാര്യം. അപ്പോൾ അതോടെ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വീട്ടിലേക്ക് ബന്ധപ്പെടുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് രാവിലെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ ആ മെസ്സേജ് കണ്ട് സാധാരണ നമ്മളൊരു മരണത്തിൻ്റെ ഒരു ദിവസം ഓർമ്മ ദിവസം നമ്മൾ പ്രണാമം ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അയാൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഫ്ലാറ്റാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവിടുന്ന് വെള്ളത്തിലേക്ക് ചാടിയതാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അവിടുന്ന് ചാടിയ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഭാഗ്യം. സാഹസികമായിട്ട് രക്ഷപ്പെട്ടതാണെന്ന് പറയാം. അതെ, അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ്. കാരണം ഞങ്ങളോട് നമ്മുടെ എല്ലാവരുടെയും വളരെയധികം സ്നേഹിക്കുന്ന നളിനാക്ഷൻ ഒരു മനുഷ്യസ്നേഹി എന്ന് തന്നെ പറയാം. എന്തായാലും അതിസാഹസികമായ രീതിയിൽ തന്നെയാണ് നളിനാക്ഷൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇന്നലെ ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ മെസ്സേജുകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബ്ലഡ് ഡോണേഴ്സ് കേരളയും അതുപോലെ തന്നെ ഈ രക്തദാന സേന തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധ കുവൈറ്റിലും അതുപോലെ തന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞ നാട്ടിലുമെല്ലാം
വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് നല്ലാക്ഷൻ ഇപ്പോൾ കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നട്ടെല്ലിന് കാര്യമായ പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ഓപ്പറേഷൻ നടക്കുമെന്നുള്ള കാര്യം കുടുംബത്തിന് ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് നൽകുകയും ലഭിച്ചിട്ടുണ്ട്, അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ ഒരു കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. ചെറിയൊരു ആശ്വാസ വാർത്ത എന്ന് നമുക്ക് പറയാം. ഈ മരണവാർത്തകൾക്കിടയിൽ രക്ഷപ്പെട്ടവരുടെ വാർത്ത കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നു. വാരിയലിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സർജറി നടക്കും അല്പസമയത്തിനുള്ളിൽ നളിനാക്ഷൻ്റെ. പക്ഷേ നളിനാക്ഷൻ അങ്ങനെ എടുത്തു ചാടാൻ തോന്നിയത് ആ നിമിഷത്തിൽ ആ കുടുംബത്തിന് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒന്നായി.